എഫെസ്യരുടെ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10, 11, 12 വർഷം ഒരുപാട് പ്രാവശ്യം ശുശ്രൂഷ ഭാവം ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിന്റെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ആമേൻ. അതെ, പിന്നെ വായിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. സാർ, നമ്മളെപ്പോഴും ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടു. ഞാൻ തന്നെ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള അതിന് പകർന്ന് അറിയുന്നിട്ടും ഇവിടെ പറയുന്ന ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഒടുവിൽ എന്ന് വെച്ചാ ഫൈനലി ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടാ പറഞ്ഞേക്കുന്നത്. ഒടുവിൽ ഹല്ലേലൂയ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടും. അപ്പൊ നമ്മളൊക്കെ പലപ്പോഴും ശക്തിപ്പെടാൻ ശ്രമിക്കുന്നത് നമ്മളിൽ തന്നെ ശക്തിപ്പെടാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞ കർത്താവിലും അവന്റെ അമിത ബലത്തെ ശക്തി. നമ്മളൊന്ന് പാടിയ പാട്ട് ഞാൻ പാടിക്കൊണ്ടപ്പോ ഞാനിങ്ങനെ ഓർത്ത്, ഹല്ലേലൂയ, നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ കാണുന്നു നിന്നെ രാജാതി രാജാവായി ഹല്ലേലൂയ കർത്താവ്. ആ പാട്ട് എഴുതിയേക്കുന്ന ആ വെളിപ്പാട് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ കാണേണ്ടുന്നത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഹല്ലേലൂയ അവിടെ എന്താ പറയാ വർഷിപ്പ് ലീഡ് ചെയ്യുന്നവരെയോ ഹല്ലേലൂയ മറ്റുള്ളവരൊന്നുമില്ല. അപ്പൊ അവിടെ കാണേണ്ടുന്നത് അവനും എന്താ പറയാ, ഞാൻ പാട്ടൊന്നും എടുത്തത് ഇന്നത്തെ ഒരു ലിറിക്സ് എന്നെ പാടിക്കുന്നത് പെട്ടെന്ന് ഭയങ്കര തന്നെ. ഹല്ലേലൂയ. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്ന തേജസ്സിന്റെ പൂർണ്ണനായി ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു തേജസ്സായവൻ നമ്മുടെ ഉള്ളിൽ ഇരിപ്പുണ്ട് ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ആരാധിക്കുമ്പോൾ ഈ തേജസ് നമ്മൾ കാണാത്തോണ്ട് നമ്മുടെ പ്രശ്നം. മനസ്സിലായില്ലേ? നമ്മൾ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ അപ്പൊ കർത്താവ് തേജസ്സിന്റെ പൂർണ്ണനായ കർത്താവിനെ കാണാൻ പറ്റുമെങ്കിൽ, ഇവിടെ അടുത്ത പറയുന്ന ഹല്ലേലൂയ സ്തുതികൾക്ക് യോഗ്യനായനെ കാണാൻ പറ്റുമെങ്കിൽ, ഹല്ലേലൂയ രാജാതി രാജാവിനെ കാണാൻ പറ്റും. കർത്താവിനെ നമുക്ക് കാണാൻ പറ്റത്തോണ്ട് പ്രശ്നമാണ്. കാരണം നമ്മൾ കാണുന്നത് എന്താണ്? നമ്മുടെ വിഷയങ്ങള്, കണ്ണടക്കും പിശാചിനെ, ഹല്ലേലൂയ അല്ലെങ്കിൽ പോരാട്ടത്തെ, ഇതൊക്കെ എല്ലാരും കാണുന്നത്, ആരാധിക്കുമ്പോഴൊക്കെ കാണുന്നത്. പക്ഷെ ആരാധിക്കാൻ നമ്മൾ ഇതിനെ കാണാതെ ഹല്ലേലൂയ ഏത് വിഷയത്തിനെക്കാട്ടി മുകളിലുള്ള കർത്താവിനെ കണ്ടാൽ മതിയെന്നേ. സകലത്തിന്റെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ദൈവത്തെക്കാട്ടി, നമ്മുടെ കർത്താവിനെക്കാട്ടി വലിയ ഒരു ദൈവമില്ല. ദൈവം തന്നെ ചോദിച്ചു, എന്നാൽ കഴിയാത്ത വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിച്ച് കർത്താവിനെ പലപ്പോഴും. അപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ എന്താ പറയാ, ഇവിടെ പറഞ്ഞ കൃത്യമായിട്ട് പൗലോസ് പറയുന്നത്. കാരണം പൗലോസ് തുടങ്ങിയത് തന്നെ ആത്മീയന്റെ അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞ എഫെസ്യരിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ അകത്തമ ശക്തിയോടെ ബലപ്പെടേണ്ടതിന് നമ്മൾ വെളിപ്പാട് ദൈവത്തിന്റെ വിളിയും തെരഞ്ഞെടുപ്പ് നമ്മൾ തിരിച്ചറിയേണ്ടതിന് അതിനനുസരിച്ച് നമ്മൾ വളർന്നു വരണം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് രണ്ടാമത് അധ്യായമൊക്കെ വരുമ്പോഴത്തേന് അവിടെയൊക്കെ കാണുന്ന വെച്ചാൽ നമ്മള് എന്താ പറയാ, ക്രിസ്തുവിൽ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ ആ വാത്സല്യത്തെ കൃപയെ കുറിച്ചും നമ്മളെ ക്രിസ്തുവേശു മൂലക്കലിനോട് ചേർത്ത് പണിഞ്ഞിരിക്കുന്നതാണെന്നും അങ്ങനെയെല്ലാം പറഞ്ഞു. 3-ാം അധ്യായത്തിലാണെങ്കിൽ എന്നാൽ നാം ചോദിക്കുന്ന നിനക്ക് അത്യന്തം പറയാം നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ ചെയ്യാൻ അവിടെയും പറയാം നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനും. ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നിട്ടാണ് പൗലോസ് ഹല്ലേലൂയ അവിടെ ലാസ്റ്റ് 6-ാം അധ്യായത്തിലേക്ക് എത്തിയപ്പോൾ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുന്നു. അപ്പൊ നമ്മൾ ശക്തിപ്പെടേണ്ടത് ഓരോ ദിവസം കഴിയുന്ന ശക്തിപ്പെടേണ്ടത് കർത്താവിലും അവന്റെ അമിത ബലത്തിലാണ്. അപ്പൊ നമ്മളിരിക്കുന്ന കർത്താവ് ഹല്ലേലൂയ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു. ഞാൻ ഈ പാട്ട് പെട്ടെന്ന് നമ്മളെ ഓർത്തെടുത്തേ, പക്ഷെ പാടി പെട്ടെന്ന് എനിക്ക് വചനമായിട്ട് കണക്ട് ചെയ്താ പറഞ്ഞാൽ നമ്മളുടെ ആരാധനയെ വെളിപ്പെടേണ്ടുന്നത് ഹല്ലേലൂയ ആ തേജസ്സിന്റെ പൂർണ്ണനായെന്ന് വെളിപ്പെടുമെങ്കിൽ പിന്നെ പ്രശ്നം തീർന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ആരാധിക്കുന്ന കർത്താവിനെ രാജാതിരാജനെ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ കണ്ണടച്ചാൽ ഹല്ലേലൂയ നമ്മുടെ ഫോക്കസ് മുഴുവൻ നമ്മളെ ശക്തിപ്പെടുത്തുക, നമ്മളെ ബലപ്പെടുത്തുക, നമ്മളെ നമ്മുടെ വിഷയങ്ങളിലെ കാട്ടി വലിയവനായ ദൈവത്തെ കാണാൻ കഴിഞ്ഞാൽ മതി. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമുക്ക് എന്ത് പ്രശ്നം വന്നാലും ഹല്ലേലൂയ ഞാൻ പറയും, വൈദ്യശാസ്ത്രം പറയും രക്ഷയില്ല എന്ന് പറയും. ദൈവത്തിന് രക്ഷിക്കാൻ കഴിയാത്ത ഒരു രോഗവും ഇല്ല ഇവിടെ.
വിടുവിക്കാൻ കഴിയാത്ത കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ വചനത്തെ നമ്മൾ പഠിക്കുന്ന അനുസരിച്ച് വചനത്തിന്റെ ഇതനുസരിച്ച് കർത്താവ് ദൈവം കരം കൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ കരം തൊടാത്ത ഒരു കോശം പോലും നമ്മുടെ ശരീരത്തിലില്ല. അതുകൊണ്ട് സൃഷ്ടിച്ചവൻ അറിയാം സൃഷ്ടിയിൽ എവിടെയാണ് പാകപ്പിഴയെന്ന് അറിയാൻ പറ്റും. പക്ഷേ മറ്റുള്ളവർക്കാണെങ്കിൽ അത് ഡയഗ്നൈസ് ചെയ്ത് ഒത്തിരി ടെസ്റ്റ് ഒക്കെ നടത്തിയാൽ അറിയാൻ പറ്റുന്നത്. നമ്മളിപ്പോ ഉണ്ടാക്കുന്ന ഒരു സാധനം അതിനകത്ത് എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ നമുക്ക് പെട്ടെന്ന് ഇന്നതായിരിക്കും കുറവെന്നറിയാം. കാരണം എന്താ വെച്ചാൽ നമ്മളത് ഉണ്ടാക്കിയത് അല്ലേ. നമ്മളിപ്പോ ഫുഡൊക്കെ ഉണ്ടാക്കാൻ തന്നെ എന്തെങ്കിലും ഒന്ന് നമുക്ക് ഇച്ചിരി ഇത് കുറഞ്ഞു പോയിട്ടോ അല്ലെങ്കിൽ അത് കുറഞ്ഞു, ഇത് നമുക്ക് പറയാൻ പറ്റും പെട്ടെന്ന്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ അതിനകത്ത് ഇട്ട് മറ്റുള്ളവരാണെങ്കിൽ എന്തോ ഒരു കുറവുണ്ട് ഇതേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മള് നേരത്തെ ഒരാളിങ്ങനെ പറയുന്ന ഒരു ദിവസത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടതാണ്. ഒരിടത്തൊരു കാറ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണ്. അവരിങ്ങനെ കുറെ എന്തൊക്കെ പണിഞ്ഞു നോക്കിയിട്ട് ഒന്നും ശരിയാകുന്നില്ല. അപ്പൊ പെട്ടെന്ന് ഒരു കാറ് പതേ വന്ന ഒരാൾ പെട്ടെന്ന് നിർത്തിയിട്ട് അയാൾ വന്ന് എന്തോ ഒന്ന് ചെയ്ത് പെട്ടെന്ന് കാറങ്ങ് ശരിയായി. അപ്പൊ ഇവര് ചോദിച്ചത് എന്താ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞ് പിന്നെ അത് ഞാനാണ് ഈ കാർ നിർമ്മിച്ചത്. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം ഈ കംപ്ലൈന്റിന്റെ കാരണം ഏത് പാർട്സിന്റെ പ്രശ്നമാണെന്ന് എനിക്കറിയാം. ഇതുപോലെയാണ് നമ്മുടെ ദൈവം. ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചതെങ്കിൽ ആ സൃഷ്ടിതാവിനറിയാം നമ്മുടെ ശരീരത്തിൽ എവിടെയാണ് ഒരു പ്രോബ്ലം ഉള്ളത് ദൈവത്തിനറിയാം. അപ്പൊ ദൈവത്തിന് അത് പെട്ടെന്ന് പരിഹരിക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ആരംഭത്തിൽ തന്നെ അവസാനം കാണുന്ന ദൈവം ആദിന അന്തിരമായവൻ അറിയാം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് വിഷയങ്ങൾ എങ്ങനെയൊക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരെയാണ് കൂട്ടുപിടിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇവിടെയുള്ള മറ്റു ഒന്നിലും ആശ്രയിക്കാനല്ല, കർത്താവിൽ അവന്റെ അമിത ബലത്തിൽ. ആ ബലത്തെ കുറിച്ച് പറഞ്ഞേക്കുന്നത് എന്താ പറയാ, അമിത ബലം എന്ന് പറഞ്ഞേക്കുന്നത്. ആ ബലമാണ് യേശു കർത്താവിനെ മറ്റൊന്ന് ഉയർപ്പിച്ച ബലം. ആ ബലമാണ് കർത്താവിനെ ഇവിടുന്ന് നമ്മളെയൊക്കെ ഉയർപ്പിക്കാനുള്ള ബലം. പരിശുദ്ധാത്മാവിനാലാണ് നമ്മളെ ഇവിടുന്ന് വീണ്ടെടുക്കപ്പെടുന്നത്. അപ്പൊ ഇതെല്ലാം ആ ബലമാണ്. അത് തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്നാൽ നാം ചോദിക്കുന്ന എനിക്ക് അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. അപ്പൊ ഇവിടെയെല്ലാം നമ്മൾ കാണേണ്ട ഒരു കാര്യം നമ്മൾ പലപ്പോഴും, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് പ്രശ്നം. നമ്മുടെ ബലത്തിലും നമ്മുടെ ശക്തിയിലും നമ്മുടെ കഴിവിലും നമ്മുടെ മിടുക്കിലും ഒക്കെ ആശ്രയിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾക്ക് പലപ്പോഴും ചെയ്യാൻ കഴിയാത്തത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെയൊക്കെ കർത്താവിൽ അവന്റെ അമിത ബലത്തിലെ ശക്തി. എന്നിട്ട് പിശാചിന്റെ തന്ത്രങ്ങൾ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ട ദൈവത്തിന്റെ സർവ്വായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. അപ്പൊ പിശാചിന് തന്ത്രശാലിയാണ് നമുക്കറിയാം. അവന്റെ തന്ത്രങ്ങളോടെ നമ്മൾ എതിർത്ത് നിൽക്കേണ്ടത്. അതിനുവേണ്ടി ദൈവത്തിന്റെ സർവ്വ ആയുധവർഗം ധരിച്ചുകൊള്ളു എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൽ ലോകാധിപതി സ്വർലോകത്തിൽ ദുഷ്ടാത്മ സേനയോട് മാത്രമേ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പക്ഷെ നമ്മൾ ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കും ജഡരക്തങ്ങളോടാണ്. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ പറയുന്നത് ദുർദിവസത്തിൽ. അടുത്ത പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തെ എതിർപ്പാനും സകലോ സമാജ് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ട ദൈവത്തിന്റെ സർവ്വായുധവർഗം എടുത്തുകൊള്ളും. വീണ്ടും പറയുന്ന ഹല്ലേലൂയ. ഇവിടെ ആ ദുർദിവസം നമുക്ക് വരും. അപ്പൊ ആ സമയത്ത് ദുർദിവസത്തെ എതിർപ്പ്. അപ്പൊ ഈ ദുർദിവസം എന്ന് വെച്ചാൽ എന്താ? പിശാചിന്റെ എല്ലാ ദിവസവും ദുർദിവസം അങ്ങനെ പറയണേ. അവൻ എല്ലാ ദിവസവും പോരാട്ടം കൊണ്ട് അവിടെ വരാം. എന്നിട്ട് നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി. ആദ്യം അവിടെ പറയുന്ന കാര്യം അരയ്ക്ക് സത്യം കെട്ടാന്ന് വെച്ചാൽ വചനം എന്ന ബെൽറ്റിനെ കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഇത്രയും ഡ്രസ്സൊക്കെ ഇടുന്ന വട്ടത്തില് ബെൽറ്റിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. പാന്റ് ഷർട്ട് ഇടുന്ന ആൾക്കാർ ബെൽറ്റ് ഒക്കെ വലിയ കൂടിയ നോക്കി മാച്ച് ചെയ്ത് നോക്കി ഇത് ഒക്കെ അങ്ങനെ വാങ്ങുന്നത് അല്ല, ബെൽറ്റിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ വചനത്തിനാണ് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടെ കൊടുത്തേക്കുന്നത് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ. ബാക്കിയെല്ലാം പിന്നീടാ പറഞ്ഞേക്കുന്നത്. അപ്പൊ വചനത്തിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. നമ്മുടെ ശത്രുവിന് എതിർത്ത് നിൽക്കുന്ന കാര്യം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വചനത്തിന്റെ കാര്യം പഠിക്കുന്നുണ്ട്. അത് വചനത്തിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഈ വചനം നമ്മൾ പറയുമ്പോഴും ചെയ്യുമ്പോഴും ഒക്കെ വചനം ആർക്കും ഇട്ട് കൊടുത്തിട്ട് നോക്കട്ടെ. വചനം നമ്മൾ ചെയ്യുമ്പോഴും പറയുമ്പോഴും എല്ലാം എന്താ പറയാ, അതിന് ഭയങ്കര പ്രയോറിറ്റി കൊടുക്കണം. എന്ന് വെച്ചാൽ വചനം 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിന് 15-ാം വാക്യം. 2 തിമോഥെയോസ് 2:15.
സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കുവാൻ സംഗതിയില്ലാത്ത വേലക്കാരായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിലനിൽക്കുവാൻ ശ്രമിക്കുക. ആമേൻ, സ്തോത്രം. സത്യവചനത്തെ എന്താ ഇവിടെ പറഞ്ഞേക്കുന്നേ? യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നതിനെ നിൽക്കാൻ ശ്രമിക്കാം. ഹല്ലേലൂയ. ആമേൻ. സത്യവചനത്തെ എങ്ങനെ പ്രസംഗിക്കണം എന്നറിയാവോ? യഥാർത്ഥമായി പ്രസംഗിക്കണം. എന്നിട്ട് ദൈവത്തിന് കൊള്ളാകുന്ന വേലക്കാരനായി നിൽക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മള് പ്രസംഗിക്കുന്നത് എങ്ങനെ യഥാർത്ഥമായി പ്രസംഗിക്കണം. പ്രസംഗിച്ചിട്ട് നമ്മുടെ പ്രവൃത്തിയിലില്ലെങ്കിൽ പോയില്ലേ? നമ്മുടെ പ്രസംഗം ഒന്ന്, പ്രവൃത്തി വേറൊന്ന്, കംപ്ലീറ്റ് പോയില്ലേ? ഹല്ലേലൂയ. അപ്പൊ പ്രസംഗിച്ചാൽ മാത്രം പോരാ, ദൈവത്തിന് കൊള്ളാകുന്ന വേലക്കാരനെ നിൽക്കുകയും കൂടെ വേണം. അപ്പൊ നമ്മുടെ ഓരോരുത്തരും ഉത്തരവാദിത്തമാണ്. കാരണം ഇവിടെ ആദ്യം തന്നെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, അപ്പോൾ നിങ്ങൾക്ക് ദുർദോഷം എതിർപ്പാനും സകലവും സുരക്ഷിതപ്പാൻ കഴിയേണ്ടത് ദൈവത്തിന്റെ സർവ്വ ആയുധവർഗം എടുത്തുകൊള്ളു എന്ന് പറഞ്ഞ സർവ്വ ആയുധവർഗത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായി പറയുന്ന കാര്യമാണ് നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടി. അപ്പൊ അരയ്ക്ക് എന്താ? നമ്മുടെ ബെൽറ്റ് എന്തായിരിക്കണം? സത്യമാകുന്ന വചനമായിരിക്കണം ബെൽറ്റ് ആയിരിക്കേണ്ട. ഹല്ലേലൂയ. ഇത് കെട്ടണം. ഇത് എങ്ങനെ ആയിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. തിമോഥെയോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ പറഞ്ഞതാണ്. അത് സത്യവചനത്തെ എങ്ങനെയായിരിക്കണം? യഥാർത്ഥമായി പ്രസംഗിക്കണം. എന്നിട്ട് പ്രസംഗിച്ചാൽ മാത്രം പോരാ, ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാതെ നിൽപ്പ. അപ്പൊ നമ്മൾ പ്രസംഗിച്ചിട്ട് പോയിട്ട് നമുക്ക് അതിനകത്ത് നിൽക്കാൻ പറ്റുന്നില്ല, അതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല, പ്രവർത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്രസംഗിക്കാതിരിക്കുന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ചിലരുടെയൊക്കെ കാര്യങ്ങൾ, കഥകളൊക്കെ കേൾക്കുമ്പോൾ ഹല്ലേലൂയ, ചില ദേവദാസന്മാരാണെങ്കിലും ഹല്ലേലൂയ അങ്ങനെയൊക്കെ നിൽക്കുന്നവരെ കുറിച്ച് ഒരു ഡീപ്പായിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര സങ്കടവും വിഷമമൊക്കെ തോന്നും. കാരണം വെച്ച് കഴിഞ്ഞാല് അവര് ഒരു ദൈവദാസൻ അല്ലെങ്കിൽ ഒരു ഇടയൻ എങ്ങനെയായിരിക്കണം, ദൈവത്തിന്റെ വചനം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് ആ ഒരു സ്വഭാവത്തിൽ നിൽക്കാൻ കഴിയാത്ത പല ഇടയന്മാരും നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനം എവിടെ നിൽക്കുന്നു? അവരുടെ ജീവിതം എവിടെ നിൽക്കുന്നു? അവരുടെ പ്രസംഗം എവിടെ നിൽക്കുന്നു? അവരുടെ പ്രവൃത്തി എവിടെ നിൽക്കുന്നു? കാരണം മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കേണ്ടുന്നവരാണ് ഒരു ഇടയൻ, അല്ലെ? നല്ല ഇടയന്റെ ഫോളോവർ ആയിരിക്കണം ഇന്ന് കാണുന്ന ഇടയന്മാര്. പക്ഷെ നല്ല ഇടയനായ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പല കോടതികൾ മാറി മാറി വിസ്തരിച്ചിട്ടും അവനിലൊരു കുറ്റവും കാണുന്നില്ല എന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. അവര് തന്നെ അങ്ങോട്ട് പറയുക, ഇവന്റെ ഭാഗത്ത് കോടതിയിൽ തന്നെ പറയുകയാണ്, ഇവരെല്ലാം എത്രയോ ആൾക്കാർ മാറി നിന്ന് പല കള്ളസാക്ഷി പറഞ്ഞിട്ടും അതൊന്നും ഒത്തു വന്നില്ല. അപ്പൊ എല്ലാവരും ഇവന് ഞങ്ങളൊരു കുറ്റവും കാണുന്നില്ല, ഇവന് ഞങ്ങളൊരു കുറ്റവും കാണുന്നില്ല. റിപ്പീറ്റ് ചെയ്ത് ഇത് തന്നെ പറഞ്ഞൊരു ഇടയനാണ് നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ, അല്ലെങ്കിൽ നമുക്ക് വഴികാട്ടിയായിരിക്കും നമ്മുടെ നല്ല ഇടയനായ യേശു കർത്താവ്. ആ ഇടയനെ ഫോളോ ചെയ്യുന്ന ഇടയന്മാരൊക്കെ ഇന്ന് മറ്റുള്ള ലോകക്കാർക്കുണ്ടാകത്തില്ല ഇത്രയും കുറ്റങ്ങളും കുറവുകളും പറയാനായിട്ട്. അതുപോലെ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരും. ശരിക്കും പറയാൻ മനസ്സിലൊക്കെ ഭയങ്കര വിഷമം വരും, കാണുകയും കേൾക്കുകയും അറിയുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത ആരെങ്കിലും നാളെ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് നീ പ്രസംഗിച്ചല്ലേ, നിന്റെ പ്രവൃത്തിയിൽ എന്താ ഇല്ലാത്തത് എന്ന് ചോദിക്കരുത്. ഹല്ലേലൂയ. പഠിപ്പിച്ചില്ലേ എന്നിട്ട് എന്താ ഫോളോ ചെയ്യാത്തതെന്ന് ചോദിക്കരുത്. അതുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ പിശാചിനെ എതിർത്ത് നിൽക്കുമ്പോൾ ആദ്യമായി സത്യവചനം എടുക്കണം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുകയും ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത നിൽക്കുകയും ചെയ്തില്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ പിശാച് വന്ന് കയറിയിട്ട് പോകും. ഹല്ലേലൂയ. അവനോട് എതിർത്ത് നിൽക്കുമ്പോൾ ഇത് വേണം സത്യവചനം. എന്നിട്ട് അടുത്തയാണ് പിന്നെ നിങ്ങളെ അരയ്ക്ക് സത്യം കെട്ടി പിന്നെ നീതി എന്നൊക്കെ സമാധാന സുവിശേഷം ബാക്കി എല്ലാം ഫോളോ ചെയ്യണം. അപ്പൊ ഇത് അടിസ്ഥാനം എവിടെയാ, ഫൗണ്ടേഷൻ എവിടെയാന്ന് ചോദിച്ചാൽ സത്യവചനം തന്നെയാണ് ഫൗണ്ടേഷൻ. ഈ വചനത്തിൽ നമ്മൾ ഇവിടെ നിന്ന് ഇതിനെ നമ്മൾ മുറുക്കിയിട്ടില്ലെങ്കിൽ ബാക്കി ഇവിടെ അതെല്ലാം വീണ്ടും എടുത്ത് ലാസ്റ്റ് പറയുന്നു, ശിരസ്ത്രവും ദൈവവചനം ആത്മാവിന്റെ വാളും ആത്മാവിന്റെ വാള് ഇത് തന്നെയാണ് ആത്മാവിന്റെ വാള്. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ കാണുന്ന കാര്യം ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നമ്മുടെ ബലത്തിന്, ഞാൻ ഒത്തിരി വലിയ മെസ്സേജ് പറയുന്നില്ല, ഞാൻ എനിക്ക് യാത്ര പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തും. അപ്പൊ അതുകൊണ്ട് പറയാം നമ്മൾ ഒറ്റ
കാര്യം നമ്മുടെ മനസ്സിൽ ഇന്ന് ഉറപ്പിച്ച് പിടിക്കണത്, നമ്മൾ ബലപ്പെടേണ്ടത്, നമ്മൾ ശക്തിപ്പെടേണ്ടത് നമ്മൾക്ക് ഓരോ ദിവസം പകർന്നു കിട്ടിയ ശക്തിയാൽ നമ്മൾ ശക്തിപ്പെടാൻ, നമുക്ക് കിട്ടിയ കൃപയ്ക്കനുസരിച്ച് ശക്തിപ്പെടാനല്ല. നമുക്ക് എത്ര കൃപ കുറഞ്ഞ് കിട്ടിയാലും, എത്ര വലിയ എത്ര അന്യഭാഷ കുറവാണെങ്കിലും, പക്ഷെ നമ്മളെ ശക്തനാക്കുന്നതിന് മുഖാന്തരം കർത്താവിൽ അവന്റെ അമിത ബലത്തിൽ നമ്മൾ ശക്തിപ്പെടാൻ ശ്രമിക്കണം. നമ്മൾ കണ്ണടച്ച് ആരാധിക്കുമ്പോൾ ഹാലിലെ മഹത്വപൂർണ്ണ തേജസ്സിന്റെ പൂർണ്ണ നമ്മൾ കാണണം. ഹാലിലെ നമ്മൾ കണ്ണടച്ച് ആരാധിക്കുമ്പോൾ നമ്മുടെ രാജാവിനെ നമ്മൾ കാണണം. അപ്പൊ നമ്മൾ കണ്ണടച്ചാര നമ്മുടെ കർത്താവിനെ നമ്മൾ കാണണം. ഹാലെ അങ്ങനെ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ, ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ ആകുമെങ്കിൽ, ഹാലേലിയ കർത്താവിന്റെ ബലം നമ്മൾക്ക്, ശക്തി നമ്മളിലേക്ക് തികഞ്ഞു വരുമെങ്കിൽ, ഹാലേലിയ നമുക്ക് എല്ലായിടത്തും ജയത്തോട് നടക്കാൻ പറ്റും. ആമേൻ, സ്തോത്രം. ഒന്നാമത്തെ ആയത്തിൽ തന്നെ പൗലോസപ്പോസ്തലൻ പറയും, നിങ്ങൾ നമ്മളെ വിളിച്ച ഇവിടെ പറയുന്നത് നമുക്ക് പിതാവുമായ ദൈവവും മഹത്വമായ പിതാവും ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് പരിജ്ഞാന ജ്ഞാനത്തെ വെളിപ്പ ആത്മാവിൽ തന്നെ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശം അവന്റെ വിളിയാൾ ആശ ഇന്ന് തിരിച്ചറിയേണ്ടതിനും പ്രാർത്ഥിക്കുക. ആ വിളിയാൾ ആശ ഇന്ന് തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് നമ്മൾ എന്താ പറയാ, അവന്റെ മഹത്വത്തിന് ബലത്തിന് ബലഭത്തിന് വ്യാപാരത്തെ വിഷയം നമുക്ക് വേണ്ടി വ്യാപാരിക്കുക. അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയണമെന്നും അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചിടയിൽ നിന്ന് ഉയർപ്പിച്ച സ്വർഗത്തിന്റെ അതിന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വം ഈ ലോകത്തിൽ മാത്രം വരുവാനുള്ള വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തിയും സർവ്വം അവന്റെ കാൽക്കീഴാക്കി അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നതിന്റെ നിറവായിക്കുന്ന ശരീരമായ സഭയ്ക്ക് നൽകിയിരിക്കുന്നു. ഹാലേ അപ്പൊ സഭയ്ക്ക് നൽകിയിരിക്കുന്ന ഹാലേലി ആമേൻ പ്രിവിലേജ് അല്ലെ ശക്തി അല്ലെ മഹത്വം ആരുടെയാന്ന് വെച്ചാൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മഹത്വമാണ്. സകലത്തിൻ മീതെ തലയായിരിക്കുന്നവനാണ് സഭയ്ക്ക് തന്നേക്കുന്നത്. ഹാലേലി അപ്പൊ എല്ലാം കാൽക്കീഴാക്കി വെച്ച കർത്താവിന് എന്തൊക്കെ അധികാരം കൊടുത്തിട്ടുള്ളൂ, എന്തൊക്കെ കർത്താവിന്റെ കാൽക്കീഴിലാണോ അതെല്ലാം നമ്മുടെയും കാൽക്കീഴിൽ ആക്കിയാണ് നമുക്ക് തന്നേക്കുന്നത്. ഹാലേലി നമ്മളിപ്പോ ഒരു കാൽക്കീഴിൽ ആക്കാൻ ശ്രമിക്കുകയൊന്നും വേണ്ട, ഓൾറെഡി കർത്താവ് ആക്കി കഴിഞ്ഞു. അതുകൊണ്ട് അത് കർത്താവ് യേശുക്രിസ്തു പാമ്പുകളെയും തേലുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ തരാമെന്നല്ല പറഞ്ഞത്, കാരണം കർത്താവിന് അതിനുള്ള അധികാരം ഉള്ളത് കൊണ്ട് ആ അധികാരം നമുക്ക് തന്നിരിക്കുന്നു. അല്ലെ അപ്പൊ ഇനി നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പോയിട്ട് ഇതൊക്കെ ഒന്ന് കാൽക്കീഴൊക്കെ ആക്കട്ടെ, അല്ലെങ്കിൽ ഇതിനെയൊക്കെ അടക്കി കൊണ്ടുവരട്ടെ, കീഴടക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് തരാമെന്നല്ല, എല്ലാത്തിനെയും കാൽക്കീഴ് ആക്കി കഴിഞ്ഞു. എന്നിട്ടാണ് അതുകൊണ്ടാ പറഞ്ഞേ. അപ്പൊ കർത്താവ് അങ്ങനെ സകലത്തെ കാൽക്കീഴാക്കി നമുക്ക് തന്നിരിക്കുന്നുണ്ട്. നമ്മളിനി ഹാലേലി അതിനു വേണ്ടി ശക്തി ഒന്നും പ്രാപിക്കണ്ട. ഇവിടെ പറയുന്നത് അവന്റെ ശക്തിയിൽ ഒടുവിൽ കർത്താവിൽ അവന്റെ അമിത ബലത്തിൽ നമ്മൾ അങ്ങ് ശക്തിപ്പെട്ടാൽ മതി. ഹാലേലൂയ. അപ്പൊ നമ്മൾ ശക്തിപ്പെടേണ്ടുന്നത് നമ്മുടെ ശക്തനാക്കുന്നതിന് മുഖാന്തരമാണ്. ഹാലേലൂയ. അവന്റെ ശക്തി നമ്മളിലുണ്ടെങ്കിൽ അവൻ നമ്മൾ നിറഞ്ഞു നിൽക്കും. അല്ലെ അവനെ കണ്ടുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുമെങ്കിൽ നമ്മൾ ഒരിടത്ത് പോലും പരാജയപ്പെട്ടു പോകത്തില്ല. നമ്മൾ നമ്മുടെ കഴിവിലും മിടുക്കിലും മുമ്പ് നിൽക്കുന്ന പാസ്റ്ററിൽ ഏതെങ്കിലും സഭയിലെ അവരിലൊക്കെ നമ്മൾ ആശ്രയിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പരാജയം നേരിടുന്നത്. നമ്മളൊരു നല്ല നല്ല എന്താ പറയാ അഭിഷിക്തന്മാരുടെ പ്രാർത്ഥനകൾക്ക് നമുക്ക് കടന്നു പോകാം. അതിന്റെ കാരണം വെച്ചാൽ അവര് വ്യാപരിക്കുന്ന അഭിഷേകം ഹാലേലൂയ, അവരിലിരിക്കുന്ന കൃപാവര ശുശ്രൂഷകളൊക്കെ ഇത് പകരപ്പെടും, അല്ലെങ്കിൽ വെളിപ്പെടും, അല്ലെങ്കിൽ ഡെലിവറൻസ് വരും, ഇതൊക്കെ സംഭവം ശരി തന്നെയാണ്. പക്ഷെ നമ്മുടെ ഫോക്കസ് എപ്പോഴും അവരിലായി പോകും. പണ്ട് ദുബായിൽ നമുക്ക് ഒരുപാട് ഇന്റർനാഷണൽ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന ദേവദാസന്മാരൊക്കെ വരുമായിരുന്നു. ഞാൻ പോയി അറ്റൻഡ് ചെയ്യായിരുന്നു. കാരണം ഞാൻ പോകുമ്പോൾ കള്ളം പറഞ്ഞിട്ടൊന്നും പോകത്തില്ല. നമ്മുടെ ചർച്ചയിലെ പാസ്റ്റർ ഇന്ന മീറ്റിംഗ് ആണ് നടക്കുന്നത്, ഞാൻ പോവാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരം, ജീവിതത്തിൽ ഒരിക്കലൊക്കെ കിട്ടുന്ന അവസരം, അതൊക്കെ മിസ് ചെയ്താൽ പിന്നെ ഒരിക്കലും അവിടെയൊക്കെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴത്തെ ദേവദാസന്മാർക്ക് എല്ലാവർക്കും വേറെ ഒരു ചർച്ചിലും പോകരുത്, വേറെ ഒരു മീറ്റിങ്ങിലും പോകരുത്, നിങ്ങൾ ഈ പൊട്ടക്കുളത്തിലെ തവള കണക്കിരുന്നോണെന്നാണ് പറയുന്നത്. ആർക്കും എല്ലാവർക്കും ഉള്ള പ്രശ്നം. ഞാൻ ചെയ്ത് എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാകുന്നതില്ല. കാരണം വെച്ചാൽ യേശു ശരീരമാകുന്ന സഭയാണ് നമ്മളെല്ലാവരും. ആ ശരീരത്തിന്റെ ഹാലയിൽ ഒരപ്പത്തിന്റെ അംശങ്ങളാണെങ്കിൽ മറ്റൊരു നൽകുകൂണം യൂസ് ചെയ്യപ്പെടുന്ന ദൈവത്താൽ ഉപയോഗിക്കുന്ന ദൈവദാസൻ ആ മീറ്റിംഗ് അറ്റൻഡ് എന്താ കുഴപ്പം? പറയുന്നത് എന്താ? ഒരപ്പത്തിന്റെ അംശികളാ, യേശു ശരീരത്തിന്റെ അവയവങ്ങളാ. എന്റെ അവയവം തന്നെയാണ് അപ്പുറത്ത് നിൽക്കുന്നത്, എന്താ ഞാൻ അങ്ങോട്ട് എന്താ പ്രശ്നം? എന്താ അത് സമ്മതിക്കത്തില്ല. നിങ്ങൾ ഇവിടെ വിട്ട് എങ്ങോട്ടും പോലും ഇവിടെ തന്നെ ആയിരിക്കണം, ഇവിടെ തന്നെ കുറ്റി അടിച്ചിരിക്കണം എന്ന് പറയുന്ന രീതിയിൽ പറയുന്നു. എന്താ നിങ്ങൾ പൊട്ടക്കുളത്തിൽ കടന്നാലേ ഈ തവളയുടെ സ്വഭാവം മാത്രം കാണാം, മറ്റു പുറത്തിടങ്ങി പോയി കഴിഞ്ഞാൽ വെളിപ്പാട് പ്രാപിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വിവരം വെക്കുക ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാകത്തില്ല. അതാണ്, അത് തെറ്റാണ്. ഞാൻ പണ്ട് ഞങ്ങളുടെ ഹസ്ബൻഡ് വെച്ച് പറഞ്ഞാൽ ഞാൻ പറയാം,
ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി ഇനി അടിമനോഹത്തിൽ കുടുങ്ങി പോലെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അടിമനോഹത്തിൽ കുടുങ്ങി പോകാൻ പാടില്ല. ക്രിസ്തു അങ്ങ് സ്വതന്ത്രമാക്കിയത് നമുക്ക്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പോയി അറ്റൻഡ്, അപ്പൊ ഞാൻ എല്ലാ മീറ്റിംഗ് പോയി അറ്റൻഡ് ചെയ്യുന്നത്. കാരണം എനിക്ക് അന്ന് ഭയങ്കര ആവേശം, കാരണം പ്രാപിക്കാനായിട്ടോ നമുക്കിത്. അപ്പൊ നമ്മളത് ഒത്തിരി നമുക്കത് പ്രാപിക്കാം. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് അവര് നമ്മുടെ ഫോക്കസ്ഡ് ആകരുത്, നമ്മുടെ ദൈവമാകരുത്, നമ്മുടെ നോട്ടം അവരിലാകരുത്. ഹാലല്യ. കാരണം നമ്മളെ ശക്തിപ്പെടുത്തുന്ന, എവിടെ പോയാലും എവിടെ ഇരിക്കുമ്പോഴും ഏത് മീറ്റിംഗ് ഇരുന്നാലും അല്ല, ദൈവം നമ്മുടെ മേൽ ഹാലല്യ നിയോഗം ഉണ്ടെങ്കിലേ പകരപ്പെടുത്തുള്ളൂ, നമ്മൾ അറിയണം. ഹാലൂയ. ഞാൻ ഇപ്പൊ ഇവിടെ പോകുമ്പോഴൊക്കെ നമ്മൾ അന്യഭാഷയൊക്കെ പ്രാർത്ഥിക്കാം, അടുത്ത് നിൽക്കുന്ന കൈയൊക്കെ പിടിച്ച് അന്യഭാഷ പ്രാർത്ഥിക്കാം. ചില ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ നിന്നും ശക്തി ഒന്നും അനങ്ങത്ത് പോലും ഇല്ല. കാരണം നമുക്കറിയാം നമ്മുടെ മേൽ ശക്തി ഇല്ലാഞ്ഞിട്ടല്ല ദൈവം. പക്ഷേല് അതെന്ന് വെച്ചാൽ അത് ചിലതൊരു നിയോഗമുള്ളവരെ കൈ പിടിച്ച് ഭയങ്കരമായിട്ട് ആത്മപോർച്ച കിടക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ മേൽ ദൈവത്തിന്റെ നിയോഗമുണ്ട്. ദൈവം പകരുന്നത് പരിശുദ്ധാത്മാവല്ലേ പകരപ്പെടും. നമ്മളാരാണോ പകരുന്നത്. എനിക്കിപ്പോ ഭയങ്കര വീണ സിസ്റ്ററെ കാണുമ്പോൾ ഭയങ്കര സ്നേഹം തോന്നും. എന്നാ പിന്നെ ഉള്ളതൊക്കെ അങ്ങോട്ട് കൊടുക്കാന്ന് വെച്ച് കയറി കെട്ടിപ്പിടിച്ചാലൊന്നും പകരത്തില്ല. പക്ഷെ ആ സമയത്ത് സിസ്റ്റർ മേൽ ആ നിയോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുണ്ടെങ്കിൽ അതങ്ങോട്ട് പകരപ്പെടും. അപ്പൊ ഇതെല്ലാം ദൈവം. അപ്പൊ നമ്മൾ പോകുമ്പം നമ്മളെ ദൈവം കാണിച്ചു തരുമ്പോൾ ഓരോരുത്തർക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ മേൽ അങ്ങനെ ഒരു നിയോഗം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി പകരപ്പെടും. അവരെ കൈവെപ്പിനാൽ അവരുടെ പ്രാർത്ഥനയാലൊക്കെ നമുക്ക് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന മീറ്റിംഗ്, അവിടെ പറഞ്ഞ വചനത്തിലൊക്കെ നമുക്ക് ശക്തി പ്രാപിക്കാൻ കഴിയും. അത് നമ്മൾ ചെയ്യണം. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഫോക്കസ് എപ്പോഴും അയ്യോ ആ പാസ്റ്റർ വിളിച്ചാല്, ആ പാസ്റ്റർ സംസാരിച്ചാൽ, ആ പാസ്റ്ററോട് പ്രാർത്ഥിച്ചാൽ എന്റെ വിഷയം മാറത്തുള്ളന്നല്ല. നിന്റെ വിഷയം മാറാനായിട്ട് നീ മുകളിലേക്ക് തന്നെ നോക്കണം. കർത്താവിൽ അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടണം. മറ്റൊരു ബലത്തിലല്ല ശക്തിപ്പെടേണ്ടത്. നമ്മുടെ ഇവിടെ കയറിയിരിക്കുമ്പോൾ ഇത് റൂമിലും നിങ്ങൾക്ക് വേണ്ടുന്ന ആത്മപോർച്ചയൊക്കെ നടക്കുന്നുണ്ട്. അത് ആരാ ചെയ്യുന്നത് വെച്ചാൽ ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ പ്രസംഗിക്കുന്നത് കൊണ്ടല്ല അത് നടക്കുന്നത്. കർത്താവിന്റെ ഹാലില് നിങ്ങളുടെ മേൽ അതിന്റെ നിയോഗമുണ്ട്. നിങ്ങളുടെ മേൽ അതിന്റെ ഹാലില് ദൈവത്തിന്റെ നിയോഗം കിടക്കുന്നതുകൊണ്ടാണ് ദൈവം പകരുന്നത്. ഹാലില് അത് ദൈവമാണ് പകരുന്നത്, പരിശുദ്ധാത്മാവാണ് പകരുന്നത്. അതുകൊണ്ട് അതിലാണ് ശക്തിപ്പെടുന്നത്. ഓരോ ദിവസം കഴിയുന്നത് നമ്മളെക്കാട്ടി കൃപാവര ശുശ്രൂഷകളുള്ളവരെ കൊണ്ട് നമുക്ക് പ്രാർത്ഥിപ്പിക്കാം, അല്ലെങ്കിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആ പ്രാർത്ഥിക്കുമ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, പാസ്റ്റർ പ്രാർത്ഥിച്ച് എന്നെ വിടുവിച്ചെന്നല്ല, പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോ ദൈവം എന്നെ വിടുവിച്ചു. ഹാലേലുയ. ഇതായിരിക്കണം നമ്മൾ പറയേണ്ടുന്നത്. ഹാലേലുയ. കർത്താവ് എന്നെ വിടുവിച്ചു. ഹാലേലുയ. അതിന് ഉപകരണമാക്കിയത് ആരെയാ? ഇന്ന പാസ്റ്റർ ഉപകരണമാക്കി. ഹാലേലുയ. അതിന് നമുക്ക് സന്തോഷിക്കാം. ഹാലേലുയൊക്കെ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ഫോക്കസ് മാറിപ്പോകരുത്. പലപ്പോഴും മാറിപ്പോകുന്ന ഇന്നത്തെ കാലഘട്ടം. അതുകൊണ്ടാണ് വീണ്ടും ഈ വചനത്തിലേക്ക് വന്ന് കർത്താവിലും അവന്റെ അമിത ബലത്തിലും നിങ്ങൾ ശക്തിപ്പെടണം. ഹാലേലുയ. നമ്മൾ ആരാധിക്കുമ്പോൾ തേജസ്സിന്റെ പൂർണ്ണനെ കണ്ടുകൊണ്ട് ആരാധിക്കണം. നമ്മൾ ആരാധിക്കുമ്പോൾ രാജാതി രാജാവിനെ, കർത്താതി കർത്താനെ, സ്തുതികൾക്ക് യോഗ്യനെയൊക്കെ നമുക്ക് കാണാൻ കഴിയണം. കാരണം അവനാലല്ലോ നമുക്ക് നമ്മളുടെ മേലുള്ള ആ തേജസ് ഒന്ന് വ്യാപരിച്ചു കഴിഞ്ഞ് ആ മഹത്വം ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ വിഷയങ്ങൾക്കും പ്രശ്നങ്ങൾക്ക് എല്ലാം പരിഹാരമാണ്. നമ്മൾ ആള് മാറിയവരെ പോലാവും. അതുകൊണ്ട് അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചനത്തിന്റെ ഹല്ലേലൂയ നമുക്ക് ദൈവം തന്ന കുറിവാക്യം പോലെ നമ്മുടെ എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം, കർത്താവിലും അവന്റെ അമിത ബലത്തിന് ശക്തിപ്പെടണം. മറ്റാരുടെയും ബലത്തിലല്ല നമ്മൾ ശക്തിപ്പെടേണ്ട. നമ്മുടെ രാജാവുമായ സർവശക്തനായ സകലത്തെയും കാൽക്കീഴിലാക്കിയ സർഗത്തിന്റെ ജയാളിയായ ക്രിസ്തുവിലാണ്. അതിൽ നമ്മൾ ശക്തിപ്പെടുക. ഓരോ ദിവസം കഴിയും തോറും നമ്മൾ ഓരോ ദിവസം ശക്തി പ്രാപിച്ച് എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാളെന്ന് പറയാൻ തക്കണം. ശക്തിയോടെ നിൽക്കുക. ഈ വചനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.